ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കേരള പി സി ടോക്സ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് നമുക്ക് പി സി തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള, തുടക്കക്കാർക്ക് എന്നല്ല എല്ലാവർക്കും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഞാൻ യൂസ് ചെയ്യണ ഒരു ടൈം ടേബിളാണ് കേട്ടോ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ഓക്കെ, കുറേ പേര് ബുക്സിൻ്റെയും അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെ പഠിക്കുക, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എപ്പോഴാണ് പഠിക്കേണ്ടതെന്നൊക്കെ. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് പറയാനാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ. ഓക്കെ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു, ഇതാണ് 10th ലെവൽ മെയിൻസിൻ്റെ റാങ്ക് ഫയലാണ് എൻ്റെ അടുത്തുള്ളത്. ഇത് വോളിയം 2 ആണ്. ഇത് കാണിച്ചു തരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ഞാൻ ഇതാ കണ്ടോ, ഇതിൻ്റെ വോളിയൂംസ് ആണ്, ബാക്കി വോളിയൂംസ് ആണ് കുറേ ഉണ്ട്. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇത് ഞാൻ യൂസ് ചെയ്യുന്ന റഫ് ബുക്കാണ്. അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ്, ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ്. ഇത് എൻ്റെ വോളിയം ഞാനിങ്ങനെ ബൈൻഡ് ചെയ്തിട്ട് രണ്ടാക്കിയതാണ്. ഓക്കെ, 2 ആക്കിയതാണ്. ഒരു വോളിയത്തിന് 3 വോളിയമാണ് ഉള്ളത്. അതിനെ ഞാൻ 2 വോളിയത്തിന് ഞാൻ 4 ആക്കി. അങ്ങനെ ഇത് വേറൊരു വോളിയം, ഇത് 2ാമത്തെ വോളിയം, ബാക്കി 2 ഞാൻ അങ്ങനെ ആക്കിയിരിക്കുകയാണ് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അതായത് ഞാൻ കോച്ചിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു, അപ്പോൾ ആ സമയത്ത് കൊണ്ടുപോകുന്ന സമയത്ത് വെയിറ്റും കൂടുതലാണ്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ആക്കിയതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ 10th ലെവലിൻ്റെ, അതും ലക്ഷ്യയുടെയാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യണത്. ലക്ഷ്യയുടെ 10th ലെവൽ മെയിൻസിൻ്റെ റാങ്ക് ഫയലാണ് ഞാൻ യൂസ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ LDCൻ്റെ ഒരു ചെറിയൊരു ബുക്ക് എൻ്റെ അടുത്ത് ഉണ്ട്. മുൻവർഷ ചോദ്യങ്ങളായിട്ട് ഇതും ഞാൻ ഇടയ്ക്ക് വായിച്ച് നോക്കാറുള്ള ബുക്കാണ്. അതും ലക്ഷ്യയുടെ ആണ് കേട്ടോ. ഞാൻ ലക്ഷ്യയുടെ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അത് മാത്രം അല്ല ഞാൻ നിങ്ങളടുത്ത് പറയുക. ഓക്കെ, പലരുടെ ടാലൻറ്റിൻ്റെ ഉണ്ട്, നല്ലതാണ്, അവരുടെയൊക്കെ ഭയങ്കര അടിപൊളിയായിട്ടുള്ള ബുക്ക് തന്നെയാണ്. ഇതിവിടെ എൻ്റെ വീട്ടിൽ യൂസ് ചെയ്തത് മുന്നേ അച്ഛനും അമ്മയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത് എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. ഞാനത് ജസ്റ്റ് വായിക്കണു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ മെയിനായിട്ട് നോക്കണത് 10th ലെവലിൻ്റെ ആണ് കേട്ടോ. നിങ്ങൾക്ക് ഡിഗ്രി ലെവലിൻ്റെയോ +2 ലെവലിൻ്റെ ഒക്കെ നോക്കാം. ഞാൻ +2 ലെവലിൻ്റെ എക്സാം ഇതാണ്ടോ, സിവിൽ പോലീസ് ഓഫീസറിനെ ഞാൻ ഇന്നലത്തെ വീഡിയോയിലിട്ട് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഓഫീസറിൻ്റെ അതുപോലത്തെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇത് ഞാൻ വാങ്ങിച്ചതാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ ഒരു മോഡൽ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് എഴുതിയ എക്സാം ആയിരുന്നു സിവിൽ പോലീസ് ഓഫീസറുടെ ഒരു എക്സാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചൊരു ബുക്കായിരുന്നു അതിന്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഒരു ടൈം ടേബിളാണ്. നമുക്ക് പഠിക്കുമ്പോൾ ഒരു ടൈം ടേബിൾ വേണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഒരു ടൈം ടേബിൾ എനിക്ക് വേണ്ടിയിട്ട് ഇട്ട ടൈം ടേബിളാണ്. പക്ഷെ അത് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റാറില്ല, അതാണ് സത്യം. അത് ഞാൻ കാണിച്ചു തരാം. ഇത് ഞാനൊരു റഫ് ബുക്കാണ് കേട്ടോ. അത് ഞാൻ എഴുതി പഠിക്കുന്നതാണ്. ഇത് കണ്ടോ, കുറേ എഴുതി പഠിക്കും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന, ഇത് ക്ലാസ്സിൽ അവിടെ നിന്ന് മാർക്കൊക്കെ കിട്ടണ ഒരു ഇതായിരുന്നു. ഇതല്ലോ, കുറേ എഴുതി പഠിച്ചിട്ടുണ്ട്. തല തിരിച്ചാണ് വെച്ചിരിക്കുന്നത്. എഴുതി പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഞാൻ എഴുതി പഠിക്കണ ഒരു ബുക്കായിരുന്നു ഇത്. എക്സാംസൊക്കെ എഴുതണ ഒരു ബുക്കാണ്. ഞാൻ ടൈം ടേബിൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ നിങ്ങൾക്കും കൂടെ യൂസ്ഫുൾ ആവും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഓക്കെ, ഇതാണ്. അതായത് നമ്മൾ നേരത്തെ, ചിലവർ രാവിലെ നേരത്തെ എണീക്കും, അല്ലെങ്കിൽ രാത്രി ആയിരിക്കും ചിലവർ ഇത് പഠിക്കുക. ഞാൻ എൻ്റെ ഒരു രീതിക്ക് വെച്ചിട്ട് 4 to 7:30. ഓക്കെ, 4 AM to 7:30 AM കറണ്ട് അഫെയർസിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. ഓക്കെ, നമുക്ക് എല്ലാ എക്സാംസിനും വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ കറണ്ട് അഫെയർസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 4 മണി to 7:30 വരെ കറണ്ട് അഫെയർസ് പഠിക്കാൻ വേണ്ടിയിട്ട്, പിന്നെ 7:30 to 8:30 വരെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്, അപ്പോൾ ഞാൻ ഇന്ന് എടുത്തിട്ടുണ്ടായിരുന്നത് ചെയ്തിട്ടില്ല, ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇത് എനിക്ക് കോച്ചിങ് സെൻറ്ററിൽ നിന്ന് തരുന്നതാണ്. നമ്മളിത് ഇങ്ങനെ ചെയ്ത് നോക്കുകയാണ് നമ്മൾ ചെയ്യാറ്. ഓക്കെ, അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുക, ഒരേ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഏതാ സമയം 7:30 to 8:30 വരെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ, 8:30 to 9:30 വരെ ബ്രേക്കാണ്, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ബ്രേക്കാണ്. അതുപോലെ തന്നെ 9:30 to 11 മണി വരെ മാത്സിന് നമ്മൾ പറഞ്ഞു, കഴിഞ്ഞ വീഡിയോയിൽ പറയേണ്ടായിരുന്നു, ജെറിൻ സാറിൻ്റെ ക്ലാസ് ആയിരുന്നു നമ്മൾ കാണുന്നത്. ഞാനിപ്പോഴും അത് തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ജെറിൻ സാറിൻ്റെ ക്ലാസ്സാണ്. വേറെ ഉണ്ട്, പക്ഷെ ഞാൻ ജെറിൻ സാറിൻ്റെ ക്ലാസ് മാത്രം ഫോളോ ചെയ്തിട്ട് ഓരോ പ്ലേസ് ഞാൻ അങ്ങനെ ഫോളോ ചെയ്തിട്ട് നമുക്ക് ഏതാണ് ടോപ്പിക്ക് വേണ്ടത് അത് നോക്കിയിട്ട് പോകാറാണ് ചെയ്യാറ്. അപ്പോൾ 9:30 to 11 വരെ കുറച്ച് ടൈം ഞാൻ മാത്സിന് വേണ്ടി മാറ്റി വയ്ക്കും. അപ്പോൾ 9:30 to 11 മണി വരെ മാത്സ്, 11 to 12 വരെ കോൺസ്റ്റിറ്റ്യൂഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഞാൻ ഓൾറെഡി കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഓരോ ടോപ്പിക്ക് ഞാൻ മുന്നേ പഠിച്ച് ചെയ്തുകൊണ്ട് എനിക്കത് റിവിഷൻ പോലെ ഇപ്പോൾ ഞാൻ കണക്കാക്കുന്നത്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഞാൻ റിവിഷൻ, ആർട്ടിക്കിളൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ ഈ സമയം കൊണ്ട് അതൊക്കെ പഠിച്ച് തീർക്കും. കോൺസ്റ്റിറ്റ്യൂഷന് 11 to 12. ഓക്കെ, 1.5 മണിക്കൂർ ഞാൻ കോൺസ്റ്റിറ്റ്യൂഷൻ, പിന്നെ 12:30 to 1:30 വരെ ഇംഗ്ലീഷിന് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഈ ടൈം ടേബിൾ പറഞ്ഞിട്ട് ഞാൻ ഇംഗ്ലീഷിൽ എന്താ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. 12:30 to 1:30 വരെ ഇംഗ്ലീഷ്, നമുക്ക് 1:30 മുതൽ 2:30 വരെ ബ്രേക്കാണ്, ലഞ്ച് കഴിക്കാനുള്ളത്. അത് കഴിഞ്ഞ് 2:30 to 3:30 വരെ
മലയാളത്തിന് വേണ്ടിയിട്ട്. ഓക്കെ, 2:30 to 3:30 വരെ മലയാളം. അത് കഴിഞ്ഞിട്ട് 3:30 to 5 മണി വരെ സയൻസ് അല്ലെങ്കിൽ ഇക്കണോമിക്സ് ഏതെങ്കിലും, അല്ലെങ്കിൽ രണ്ടും പാടെ. സയൻസിൽ ഞാൻ മാക്സിമം ഞാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻസാണ് സയൻസിൽ നോക്കാറ്. അതുപോലെ തന്നെ എക്കണോമിക്സിലൊക്കെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാം പറ്റുന്ന ഒരു ടോപ്പിക്കാണ് എക്കണോമിക്സ്. അപ്പോൾ 3:30 to 5 വരെ എക്കണോമിക്സ്, 5 to 5:30 വരെ ബ്രേക്ക്, വേണമെങ്കിൽ കോഫി കുടിക്കുകയെ അങ്ങനെ എന്തെങ്കിലും ചെയ്യാനുള്ള ബ്രേക്ക്. അത് കഴിഞ്ഞിട്ട് 5:30 to 6:30 വരെ സുപ്രധാന നിയമങ്ങൾ പഠിക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് 6:30 to 8 മണി വരെ കേരള ഭരണ സംവിധാനങ്ങളുമാണ് 6:30 to 8 മണി വരെ. ഞാൻ കുറച്ച് സമയം കൊടുക്കും, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയത് അതുവരെ. അതിൻ്റെ 8 to 8:30 വരെ ഡിന്നറിൻ്റെ ബ്രേക്ക്, 8:30 to 10 മണി വരെ ഹിസ്റ്ററി, 10 to 11 വരെ അതർ ടോപ്പിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതാണ് ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പഠിക്കണമെന്ന് ഇതിൽ ഏതെങ്കിലും ഇത് ഇല്ലാത്തതോ പുറമേന്നോ എന്തെങ്കിലും. ഇപ്പോൾ സ്പോർട്സ് എക്സാമിന് പഠിക്കുന്നവരുടെ സ്പെഷ്യൽ ടോപ്പിക്ക് അങ്ങനെയോ അല്ലാത്തതാണെങ്കിൽ നിങ്ങൾക്ക് റിവിഷൻ ആണെങ്കിൽ അങ്ങനെ അതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. ഓക്കെ, ഒന്നും കൂടി ഞാൻ പറയാം. 4 to 7:30 വരെ കറണ്ട് അഫെയർസ്, 7:30 to 8:30 വരെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം. അല്ലെങ്കിൽ 8:30 to 9 വരെ ബ്രേക്ക്, 9 to 11 വരെ മാത്സ്, 11 to 12 വരെ കോൺസ്റ്റിറ്റ്യൂഷൻ, 12 to 1:30 വരെ ഇംഗ്ലീഷ്, 1:30 to 2:30 വരെ ബ്രേക്ക്, നമുക്ക് ലഞ്ച് ബ്രേക്ക്, 2:30 to 3:30 വരെ മലയാളത്തിന് അത്ര സമയം കൊടുക്കാറില്ല, 1 മണിക്കൂറൊക്കെ മാക്സിമം മതിയാവും. 3:30 to 5 മണി വരെ സയൻസ് അല്ലെങ്കിൽ ഇക്കണോമിക്സ്. അത് കഴിഞ്ഞിട്ട് 5 to 5:30 വരെ ബ്രേക്ക്, 5:30 to 6:30 വരെ സുപ്രധാന നിയമങ്ങൾ, 6:30 to 8 മണി വരെ കേരള ഭരണ സംവിധാനങ്ങളും, 8 to 8:30 വരെ ഡിന്നർ, 8:30 to 10 വരെ ഹിസ്റ്ററി, അതുപോലെ 10 to 11 വരെ റിവിഷൻ അല്ലെങ്കിൽ അതർ ടോപ്പിക്സ് ഏത് നിങ്ങൾക്ക് വേണമെങ്കിലും എടുക്കാം, ചൂസ് ചെയ്യട്ടെ. റിവിഷൻ ശനി ഞായറാണ് റിവിഷൻ ചെയ്യാറ്, അപ്പോൾ ഞാൻ റിവിഷനാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മാക്സിമം രാത്രി അങ്ങനെ റിവിഷൻ ചെയ്യാറില്ല കേട്ടോ, അതാണ് സത്യം. പിന്നെ രാവിലെ ആയിരിക്കും ചിലപ്പോൾ വായിച്ച് നോക്കുക. അപ്പോൾ ഇതാണ് ടൈം ടേബിൾ. ഓക്കെ, ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക അല്ലെങ്കിൽ എഴുതിയെടുക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യാൻ. എനിക്ക് യൂസ്ഫുള്ളാണ്. ഇത് പല ദിവസങ്ങളിലും ഈ ടൈം ടേബിൾ ഒന്നും നടക്കാറില്ല, അതാണ് സത്യം. എഴുതി വെക്കുന്നല്ലോ. ഓക്കെ, ചിലപ്പോൾ നടക്കും കറക്റ്റായിട്ട്, വീട്ടിലാരും ഇല്ലെങ്കിൽ അങ്ങനെ പഠിക്കും. എല്ലാ വീട്ടിൽ പണികളുണ്ട്, ഞാനിങ്ങനെ ഒന്നില്ലെങ്കിൽ ഞാൻ ക്ലാസ് ഇങ്ങനെ വെച്ച് കേൾക്കും, അല്ലാന്നുണ്ടെങ്കിൽ ക്ലാസ് കാണുക, അങ്ങനെ ചെയ്യാറ്. ഞാൻ യൂട്യൂബിൽ ഫോണിലല്ലാതെ TV-യിൽ കണക്ട് ചെയ്തിട്ടാണ് കാണാറ്. അപ്പോൾ അതാണ് എൻ്റെ പഠിത്തം എന്ന് പറയണത്. അങ്ങനെയൊക്കെയാണ് ഞാൻ പഠിക്കാറ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇംഗ്ലീഷിന് എന്താ ചെയ്യേണ്ടത് കാണിച്ചു തരാം, ഒരു മിനിറ്റ്. ഇംഗ്ലീഷിന് കാണിച്ചു തരാം. ഇംഗ്ലീഷ് ഞാൻ ഒരു പ്രിൻ്റ് എടുത്തിരിക്കുകയാണ് കേട്ടോ. ഒരു പ്രിൻ്റ് എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും ഇൻക്ലൂഡഡ് ആക്കിയിട്ട് ഞാനൊരു പ്രിൻ്റ് എടുത്തിരിക്കുകയാണ്. ഓക്കെ, ഒരു ബുക്ക് ഞാൻ കോച്ചിങ് സെൻറ്ററിൽ പോകുമ്പോൾ അവിടെ ഒരു സാറിൻ്റെ ബുക്ക് വാങ്ങിച്ചിട്ട് ഞാൻ പ്രിൻ്റ് എടുത്തിരിക്കുകയാണ്. ഇതിൽ കണ്ടോ, ഏതാ ബുക്ക് എന്ന് സത്യത്തിൽ ലക്ഷ്യയുടെ തന്നെയാണ്. ആ ബുക്ക് ഞാൻ അങ്ങോട്ട് കോപ്പി എടുത്തു. എനിക്ക് കുറഞ്ഞ പൈസയ്ക്ക് എടുത്തു തന്നപ്പോൾ ഞാൻ അങ്ങനെ വാങ്ങിച്ചു അവരുടെ കയ്യിൽ നിന്ന്. ഓക്കെ, ഇതാണ് ഞാൻ ഇംഗ്ലീഷിന് യൂസ് ചെയ്യണം. പ്രീവിയസ് എല്ലാം ഇപ്പോൾ ഇത് കണ്ടോ, HSA ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ 2015 അതിൽ ചോദിച്ചതാണ്. SI അതിൻ്റെ ചോദിച്ചിരിക്കുകയാണ്. അതുപോലെ ഫയർമാൻ 2015 ചോദിച്ച ക്വസ്റ്റ്യൻ, അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് ജയിലർ 2015 ചോദിച്ച ക്വസ്റ്റ്യൻ, അതുപോലെ തന്നെ എവിടെ കാഷ്യർ KCB 2015 ചോദിച്ച ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതാണ് ഞാൻ ഇംഗ്ലീഷിൽ നോക്കണത് കേട്ടോ. മാക്സിമം അതിന് ആൻസേഴ്സും ഇപ്പോൾ തന്നെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ടിക്ക് ചെയ്ത് വെച്ചിട്ട് അങ്ങനെ ഞാൻ പഠിച്ചു പോകാറാണ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ സിനോണിംസും അനോണിംസും ഞാൻ ടെക്സ്റ്റ് ബുക്ക് ഈ റാങ്ക് ഫയലിൽ നോക്കിയിട്ടാണ് പഠിക്കാറ്. ഓക്കെ, പലർക്കും ഈ ടൈം ടേബിൾ അനുസരിച്ച് പഠിക്കാൻ പറ്റുമെന്ന് ഞാൻ പറയണില്ല കേട്ടോ. ഞാൻ എൻ്റെ ഒരു രീതിക്കാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ പറയണത്. ചിലർക്ക് രാത്രിയായിരിക്കും കൂടുതൽ ടൈം പഠിക്കാൻ പറ്റുന്നുണ്ടാവുക, ചിലർക്ക് രാവിലെ ആയിരിക്കും. ഓക്കെ, പലർക്കും പല ടൈമായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ കറണ്ട് അഫേഴ്സിനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനും മാത്സിനും മലയാളത്തിനും കോൺസ്റ്റിറ്റ്യൂഷനും എത്ര പറയുള്ളൂ, ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ കൂടുതൽ സമയം കണ്ടെത്താൻ നിങ്ങൾ ശ്രമിക്കുക. അതായിരിക്കും ഒന്നും കൂടി ബെറ്റർ ആയിട്ടുള്ളത്. പിന്നെ ഞാൻ ചരിത്രത്തിനൊന്നും അത്ര ഇമ്പോർട്ടൻസ് ഞാൻ കൊടുക്കാറില്ല എന്നാണ് ഞാൻ എൻ്റെ ഒരു സത്യസന്ധതയിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല കേട്ടോ. കാരണം കുറേ പഠിക്കാനുള്ളതുകൊണ്ട് ഞാൻ അതിനത്ര
ഇത് കൊടുക്കാറില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് അതിന് സമയം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ടൈം ടേബിൾ അനുസരിച്ച് മുന്നോട്ട് പോവുക. അല്ലാന്നുണ്ടെങ്കിൽ ഇതനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പറ്റിയൊരു ടൈം ടേബിൾ ഇപ്പോൾ എൻ്റെ നോക്കിയിട്ടാണെങ്കിൽ എൻ്റെ ടൈം ടേബിൾ വെച്ചിട്ട് ഒരാൾക്കെങ്കിലും ഉപകാരപ്പെടുത്തിയിട്ട് പറഞ്ഞിട്ടാണ് ഞാനത് കാണിച്ചു തന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണെങ്കിൽ അതുപോലെ ചെയ്യുക നിങ്ങൾ. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇതേപോലെ ഒരു ഷോർട്ട് നോട്ടിൽ എൻ്റെ എല്ലാം എഴുതി വെക്കും. ഇങ്ങനെ ഒരു കുഞ്ഞ് 5 രൂപയുള്ളത് ഈ ഒരു നോട്ടിന്, 5 രൂപയിൽ ഞാൻ ഇതിൽ എഴുതി വെക്കും. അങ്ങനെയാണ് എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാറ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കും കൂടി ഉപകാരപ്പെടും എന്നുള്ളതാണ് ഈ ടൈം ടേബിൾ ഞാൻ പറഞ്ഞത്. ഇല്ല നിങ്ങൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ ചിലർ രാവിലെ എണീക്കുക, ചിലർക്ക് ബുദ്ധിമുട്ടായിരിക്കും, നേരത്തെ എണീക്കാൻ ബുദ്ധിമുട്ടായി. 7 മണിക്കൊക്കെ ഞാനും ഇടയ്ക്ക് ആ സമയത്തൊക്കെ തന്നെ എണീക്കാറ്. പക്ഷേ പഠിക്കണം തോന്നും, നല്ല മടിയും തോന്നും. പക്ഷെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പഠിച്ചേ പറ്റുള്ളൂ. ഒരു ജോലി വേണം എന്ന് നമുക്ക് ഉള്ളിൽ നല്ലോണം ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അതനുസരിച്ചിട്ട് നിങ്ങൾ നന്നായി പഠിക്കുക. നിങ്ങൾക്ക് പറ്റുന്നത്ര നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.